नेक्स्ट पैराग्राफ पेज नंबर 75। साधु की संगति से वो महात्मा बन गया। वह उस दिन से ईश्वर के ध्यान में मग्न रहने लगा। उसके शरीर में दीमक लग गई, लेकिन उसकी कोई सुध न थी। दीमक को संस्कृत में वाल्मीकि कहते हैं। इसी से बाद में उनका नाम वाल्मीकि हुआ। उन्होंने ही संस्कृत का प्रसिद्ध ग्रंथ वाल्मीकि रामायण लिखा। उनका नाम अमर हो गया। അങ്ങനെ സാധുക്കി സംഗതി സേ, സന്യാസിയുടെ കൂട്ടുകെട്ട്, സംഗതി എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ് അല്ലേ. ആ സന്യാസിയുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിൽ എന്തായി മാറി? സംഗതി സേ വോ മഹാത്മാ ബൻ ഗയ. ഈ കൊള്ളക്കാരനായ രത്നാകർ വലിയ മഹാത്മാവായി മാറി അല്ലേ. ഒരു ഫേമസ് പേഴ്സണായി മാറി, നല്ല ഒരു വ്യക്തിയായി മാറി. വ ഉസ് ദിൻ സേ ഈശ്വർ കെ ധ്യാന മേ മഗ്ന രഹനെ ലഗ. അദ്ദേഹം അന്ന് മുതൽ ഈശ്വരനെ പ്രാർത്ഥിക്കുവാൻ, ധ്യാനിക്കുവാൻ തുടങ്ങി അല്ലേ. അതിൽ മുഴുകുക എന്ന് പറയും. മഗ്ന ഹോന എന്ന് പറഞ്ഞാൽ ലീൻ ഹോന, മുഴുകുക. ഓക്കെ, അദ്ദേഹം അതിൽ മുഴുകി, ഈശ്വരനിൽ മുഴുകി തൻ്റെ ദിനങ്ങൾ കഴിച്ചു കൂട്ടാൻ തുടങ്ങി. ഉസ്കെ ശരീർ മേ ദീമക് ലഗ് ഗയി. അങ്ങനെ അദ്ദേഹം ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്, ഒരേ മെഡിറ്റേഷൻ. ഓക്കെ, അങ്ങനെ മെഡിറ്റേറ്റ് ചെയ്ത് അദ്ദേഹം തൻ്റെ ശരീരം അനക്കാതെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാണ് കാട്ടിനുള്ളിൽ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ചുറ്റിലും എന്ത് വന്നു? ശരീർ മേ ദീമക് ലഗ് ഗയി. ദീമക് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ മക്കൾക്ക്? ചിതൽപുറ്റാണ് ദീമക് എന്ന് പറയുന്നത്. ചെതലിൻ്റെ പുറ്റ് അല്ലേ. നമ്മൾ പഴയ മരത്തിൻ്റെയും അല്ലെങ്കിൽ മണ്ണിൽ തന്നെ പുറ്റുകൾ കാണപ്പെടും. ഓക്കെ, അപ്പോൾ ആ പുറ്റുകൾ രൂപപ്പെട്ടത് കണ്ടു അയാളുടെ ശരീരത്തിന് ചുറ്റിലും. കാരണം അത്രയും യാതൊരു ശരീരബോധവുമില്ലാതെയാണ് രത്നാകർ ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകി, മെഡിറ്റേഷനിൽ മുഴുകി ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം യാതൊന്നും അറിയുന്നില്ല. അപ്പോൾ അനക്കാതെ വെക്കുന്ന വസ്തുവിൻ്റെ മേലെയാണ് പുറ്റ് വരുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ചുറ്റിലും മണൽപുറ്റ് പൊങ്ങി വന്നു. അതാണ് ദീമക്. ലേക്കിൻ ഉസ്കി കോയി സുധ് നത്തി. പക്ഷേ അദ്ദേഹത്തിന് യാതൊരു ബോധവും ഉണ്ടായിരുന്നില്ല. എന്നിട്ടോ കോൺഷ്യസ്, അതാണ് സുധ്. ദീമക് കോ സംസ്കൃത മേ വാൽമീകി കഹത്തെ ഹെ. ഈ ദീമക് അഥവാ പുറ്റ്, അതിനാണ് സംസ്കൃതത്തിൽ വാൽമീകം എന്ന് പറയുന്നത്. വാൽമീക്. ഇസി സേ ബാദ് മേ ഉൻകാ നാം വാൽമീകി ഹുവ. അങ്ങനെയാണ് ഈ വാൽമീകത്തിൽ ഇരുന്നയാൾ എന്നുള്ള അർത്ഥത്തിൽ വാൽമീകി എന്നുള്ള പേര് ഇദ്ദേഹത്തിന് വന്നത്. ഓക്കെ, പുറ്റിൻ്റെ ഉള്ളിലിരുന്ന ആൾ എന്നുള്ള രീതിയിൽ വാൽമീകി എന്ന് പേര് വന്നു. ഉन्होंने സംസ്കൃത കാ പ്രസിദ്ധ ഗ്രന്ഥ വാൽമീകി രാമായൺ ലിഖ. അങ്ങനെ സംസ്കൃതത്തിലെ പ്രസിദ്ധ ഗ്രന്ഥമായ നമ്മുടെ രാമായണം ഉണ്ടല്ലോ, ആ രാമായണത്തിൻ്റെ സംസ്കൃതത്തിൽ പ്രസിദ്ധ ഗ്രന്ഥമായ വാൽമീകി രാമായൺ, അദ്ദേഹം തന്നെ എഴുതിയ രാമായണം, വാൽമീകി രാമായൺ ലിഖ. സംസ്കൃത കാ പ്രസിദ്ധ ഗ്രന്ഥ വാൽമീകി രാമായൺ ലിഖ. ഉൻകാ നാം അമർ ഹോ ഗയ. അങ്ങനെ വാൽമീകി മഹർഷിയാണ് എഴുതിയത് അല്ലേ, രാമായണം എഴുതിയത്. അപ്പോൾ വാൽമീകി രാമായൺ എഴുതിയ അദ്ദേഹം ആ പേരിൽ പ്രസിദ്ധി നേടി. ഓക്കെ, അപ്പോൾ സംസ്കൃത കാ പ്രസിദ്ധ ഗ്രന്ഥ വാൽമീകി രാമായൺ ലിഖ. അപ്പോൾ വാൽമീകി എന്നുള്ള പേര് അദ്ദേഹത്തിന് കിട്ടിയത് അദ്ദേഹം വാൽമീകം അല്ലെങ്കിൽ ദീമക് അല്ലെങ്കിൽ പുറ്റ് അല്ലേ, അതിൻ്റെ മധ്യത്തിലിരുന്നു കൊണ്ട്, അല്ലെങ്കിൽ അതിന് അദ്ദേഹത്തിൻ്റെ ശരീരം പുറ്റിനാൽ, ചിതൽപുറ്റിനാൽ കവർ ചെയ്തിരുന്നു. അത്രയും ധ്യാന നിമഗ്നമായിട്ടായിരുന്നു അദ്ദേഹം ഭഗവാനെ സ്മരിച്ചിരുന്നത്. അങ്ങനെ പിന്നീട് അദ്ദേഹം വളരെ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ വാൽമീകി രാമായണത്തിൻ്റെ രചയിതാവായി മാറുകയും അങ്ങനെ അദ്ദേഹം ലോകപ്രശസ്തനാവുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മക്കൾ ടെക്സ്റ്റ് ബുക്കിൽ നന്നായി വായിച്ച് പഠിക്കുക.
ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മിസ്സ് തരും, ബാക്കിയുള്ള മീനിങ്സും അതുപോലെ മിസ്സ് തരും. ഓക്കെ, നമ ശിവായ.